ഇപ്പോൾ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നത് ലോകരാജ്യങ്ങളെ സംബന്ധിച്ച് ഇറാൻ്റെയും ഇസ്രായേലിൻ്റെയും യുദ്ധം തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് ദുബായിലും അബുദാബിയിലും കഴിയുന്ന UAE കൺട്രീസിൽ കഴിയുന്ന പലരും ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. പലരും വെക്കേഷനായി പോയിരുന്നതും തിരിച്ചെത്താൻ വൈകിയതുമായിട്ടുള്ള വാർത്തകൾ ഒരുപാടുണ്ടായിരുന്നു. നടി സ്വാസിക അടക്കം ഇതിലുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി പ്രേക്ഷകർ പിന്നീട് നോക്കിയത് പേർളി മാണിയുടെ സഹോദരി റേച്ചൽ മാണിയും ഭർത്താവ് റൂബനും 2 ആൺമക്കളും അവിടെ പെട്ടുപോയൊരവസ്ഥയിലായിരുന്നു. അവർക്ക് ഫ്ലൈറ്റിൻ്റെ ദിവസമായിരുന്നു ഇവരുടെ യുദ്ധം തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ അവർ എത്താൻ വൈകിയിരുന്നു. എന്നാൽ എല്ലാം കഴിഞ്ഞ് അവർ എത്തിയിട്ട് 2 ദിവസമായെന്നും എത്തിയ ഉടനെ തന്നെ മമ്മിയുടെ പിറന്നാൾ ആഘോഷിച്ചും എന്നുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇവിടെ യുദ്ധം തുടങ്ങുന്നതിന് മുൻപായി തന്നെ റേച്ചലിൻ്റെ ഒരു മകന് ചെറിയ പനിയുള്ളതായി കാണപ്പെട്ടുവെന്നും അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്നും റേച്ചൽ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരെയും അറിയിച്ചിരുന്നു. അതിലൂടെ തന്നെ എല്ലാവരും ആ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രേക്ഷകർക്ക് പേർളി മാണി മാത്രമല്ല പേർളിയുടെ കുടുംബത്തെയും വളരെയധികം ഇഷ്ടമാണ് എന്നത് റേച്ചലിൻ്റെ മക്കളുടെ വിശേഷങ്ങൾ ഏറ്റെടുക്കുന്ന പ്രേക്ഷകരെ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും. സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് ഒന്നുമല്ലാത്ത റേച്ചൽ ഇപ്പോൾ ചില ആഡുകളും അതുപോലെ തന്നെ വീഡിയോകളും ഒക്കെ വളരെയധികം നന്നായി പുറത്തു കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോഴിതാ അവരുടെ പ്രിയപ്പെട്ട മമ്മിയുടെ പിറന്നാൾ ആഘോഷ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഈ കുടുംബം ഇപ്പോൾ പഴയ സന്തോഷത്തിൽ എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാവുകയാണ്. റേച്ചലും റൂബനും അവിടെ ആകുമ്പോഴും കുട്ടികളും അവരോടൊപ്പം ഉണ്ട ഒരു വെക്കേഷൻ്റെ പ്രതീതിയെ അല്ലാതെ ഇരിക്കുമ്പോൾ ഇവിടെ എല്ലാവർക്കും വളരെയധികം ടെൻഷനായിരുന്നു. ഇവർ വെക്കേഷൻ ആഘോഷിക്കാനാണ് പോയതെങ്കിലും അതിൻ്റെ അവസാന ദിവസം ഇങ്ങനൊരു ചതി പറ്റുമെന്ന് ആരും കരുതിയില്ല. ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. നടി സ്വാസിക അടക്കം ഇതിൽ ഒരാളായിരുന്നു. എന്നാൽ സ്വാസികയെല്ലാം കുറച്ചുകൂടി നേരത്തെ വന്നു. 3-4 ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ദുബായിലും അബുദാബിയിലും ഒക്കെ ആയിട്ടുള്ള എയർപോർട്ടുകൾ തുറന്നത്. അതുകൊണ്ട് തന്നെ പലർക്കും നാട്ടിലേക്ക് വരാൻ സാധിച്ചു എന്ന പല വാർത്തയും പലയിടത്തു നിന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഈ ഒരു വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നതും. സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഇത് കാണുന്നത്. കാരണം പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ നന്നായി മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ആരാധകർക്ക് വളരെയധികം തന്നെ ഇപ്പോൾ പേർളിയുടെ സന്തോഷം മനസ്സിലാക്കുന്നു. എന്നാൽ റേച്ചൽ വരുന്ന സമയം കൊണ്ട് റേച്ചൽ ഇത്രയും ബുദ്ധിമുട്ടിയാണ് വരുന്നതെന്നും അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മമ്മിയുടെ പിറന്നാളിന് സഹോദരിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കരുതെന്ന് കരുതി എല്ലാം പേർളി മാണി നേരത്തെ ഒരുക്കി വെച്ചിരുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സഹോദരിമാരുടെ പട്ടിക എടുത്തു നോക്കിയാൽ നല്ല സഹോദരിമാർ അല്ലെങ്കിൽ വളരെയധികം പരസ്പരം സപ്പോർട്ട് ചെയ്ത് ജീവിക്കുന്ന സഹോദരിമാരെ നോക്കിയാൽ അതിൽ ഒരാളാണ് പേർളി മാണി. റേച്ചലും അങ്ങനെ തന്നെയാണ്. എന്നാൽ പേർളി കുറച്ചധികം തന്നെ തൻ്റെ കുടുംബത്തിന് വേണ്ടി നിൽക്കുന്നൊരു പെൺകുട്ടിയാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുള്ളതായി പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ട്. സഹോദരി വന്നതാണ് എന്നും സഹോദരി ഇത്രയും ദിവസം ബുദ്ധിമുട്ടിയിട്ടാണ് വന്നതെന്നൊക്കെ മനസ്സിലാക്കി പേർളി റേച്ചലിന് വേണ്ടി നിന്നതും അതുപോലെ റേച്ചലിന് ഒരുക്കാൻ പറ്റാത്ത റേച്ചൽ എപ്പോഴും ചെയ്യുന്ന മമ്മിയുടെ ദിവസത്തെ പ്രത്യേകതകളെല്ലാം പേർളി ഓർത്ത് വെച്ച് ചെയ്തിരിക്കുകയാണ്. അതിലൂടെ തന്നെ ഇവർക്ക് നല്ലൊരു സന്തോഷമുള്ളൊരാഘോഷം കുറച്ചധികം ദിവസങ്ങൾക്ക് ശേഷം നടന്നു. ഇത്രയും ദിവസത്തെ ടെൻഷനിന് ശേഷം ഇപ്പോഴാണ് ആ കുടുംബം ഒന്ന് സന്തോഷത്തിൽ എത്തിയത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.